എല്ലാം മനസ്സിലാവും. ആദ്യം എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് നീ ഞങ്ങളോട് പറ. അതെ ബ്രോ, ആദ്യം ഗുരുജി പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ഉദ്ഘാടനം നടത്തുന്നു. ഇല്ല, കത്തിച്ച വിളക്ക് നമ്മൾ തന്നെ ഊതിക്കെടുത്തേണ്ടി വരും. അതൊന്നും ശരിയാവില്ല. ആനന്ദ്, നീ ഗുരുജിയുടെ മുമ്പ് എല്ലാം സമ്മതിച്ചു പോന്നതല്ലേ, പിന്നെന്താ ഇപ്പൊ നിനക്കൊരു മാറ്റം? ബ്രോ, ദേ കമ്പനിയുടെ പേര് ആലോചിച്ചിട്ടാണെങ്കിലേ നമുക്ക് AK പ്രൊഡക്ട്സ് ഇടാം. ആനന്ദ് കൃഷ്ണൻ കല്യാണി എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? എങ്ങനെയുണ്ട് ബ്രോ? പിന്നെ സ്റ്റാഫുകളുടെ പ്രശ്നം അത് ഞാൻ പരിഹരിക്കാം. ആ കമ്പനി പൂട്ടിയപ്പോ ജോലിയില്ലാതെ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. പരിശീലനം കിട്ടിയവരാ. ആദ്യം നിന്ന് കുറച്ചുപേരെ വിളിക്കാം. കൊള്ളാങ്കി സ്ഥിരപ്പെടുത്തിയ മതിയോ. പിന്നെ മാനേജര്, അത് ഞാൻ തരാം. ഇനി എന്താ നിനക്ക് വേണ്ടേ അത് പറ. സുബ്രു, അതൊന്നും അല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? കല്യാണി, നീ തന്നെ ചോദിക്ക്, എങ്കിലേ അവൻ പറയൂ. അതല്ല, നിനക്ക് ഇനി ക്യാഷ് വേണോ? അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ബ്രോ, ഇപ്പൊ എല്ലാം ആയില്ലേ, ഇനി എന്താ ബ്രോയുടെ പ്രശ്നം? നീ പറയ്, എന്താ നിനക്ക് കമ്പനി തുടങ്ങാൻ താല്പര്യമില്ലേ? എന്താണെന്ന് വെച്ചാൽ മുഖത്തോക്കി പറയ്. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് അതും 2 ദിവസം കൊണ്ട്. ബ്രോ, അല്ല നമുക്ക് ഏതെങ്കിലും വലിയ മന്ത്രിമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം, അതോ വല്ല സിനിമാ താരങ്ങളെ കൊണ്ട്? നമ്മുടെ പരിചയത്തിലുണ്ടേ. വേണോ ബ്രോ? പറ. ഈ സിനിമാ നടന്മാരും മന്ത്രിമാരൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഞാനൊരു കമ്പനി തുടങ്ങുമ്പോ ഏറ്റവും കുറഞ്ഞത് എന്റെ എല്ലാവരും വേണം. മനസ്സിലായി. വളച്ചൊടിച്ച് കൊണ്ടുവന്നപ്പോഴേ ഞാനത് ഊഹിച്ചു. ഉദ്ഘാടനം നിനക്ക് അഖിലാന്റിയെ കൊണ്ട് ചെയ്യിക്കണം, അതല്ലേ നിന്റെ ഉള്ളിലിരിപ്പ്. എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നിനക്കത് തുറന്നു പറഞ്ഞൂടെ ആനന്ദ്? ഇന്ന് വരെ ഞാൻ തുടങ്ങിയ കമ്പനികളെല്ലാം അമ്മയെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതും അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ബ്രോ എന്തൊക്കെ പറയുന്നേ? ബ്രോയുടെ ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത അമ്മ വന്നിട്ട് ബ്രോയുടെ കമ്പനി ഉദ്ഘാടനം ചെയ്യാനാ? ദേ സുബണ്ണ, വാ നമുക്ക് പോവാ. ഇതേ നടപ്പാവണ കേസല്ല. അരവിന്ദേ, നീ ഒന്ന് അടങ്ങ്. ആനന്ദ്, ഇനി അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ഞാനത് നടത്തിത്തരാൻ നോക്കാം. സുബണ്ണ, ഇതൊന്നും ശരിയാവുന്ന കേസല്ലട്ടോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിക്കേ. ആദ്യം നമ്മളിവിടെ ഒന്ന് സംസാരിച്ച് സമയം കളയാതെ ഉദ്ഘാടനത്തിനുള്ള കാര്യങ്ങൾ നോക്കാം. അരവിന്ദേ, നീ വാ, നമുക്ക് അല്പം ജോലിയുണ്ട്. ഓക്കെ ബ്രോ, അപ്പൊ ഞങ്ങൾ നോക്കാം. പോട്ടെ. ആനന്ദേ, എല്ലാം ശുഭകരം. ഞാനല്ലേ പറയുന്നേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹമ്പട കള്ള ഒരു അമ്മ കുഞ്ഞ്. ഇതും മനസ്സിൽ വെച്ചിട്ടല്ലേ എല്ലാരും കടിച്ചു കയറാൻ വന്നത്. വിഷമിക്കണ്ട കേട്ടോ, എന്റെ വലിയുഞ്ഞിന്റെ ആഗ്രഹം നടക്കും, നോക്കിക്കോ. ഗുഡ്. ഓക്കെ, അങ്ങനെ മതി. ഓക്കെ, ശരി. ഓക്കെ. നന്ദന, എന്താ മോളെ? ആനന്ദ് ഒരു പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്ന കാര്യം അങ്കിളിനോട് പറഞ്ഞോ? നന്ദന, നീ വന്നപ്പോൾ ആനന്ദായിരുന്നു ഫോണില്ലേ? പക്ഷെ അങ്കിള്, ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ബിസിനസ് രംഗത്ത് ഏത് പ്രശ്നത്തെയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ആനന്ദിന് എന്ത് പ്രശ്നം? അതല്ല അങ്കിള്. പിന്നെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടോ? മോളെ, അതൊന്നും ഒരു പ്രശ്നമല്ല. അവനൊന്നും മൂളിയാൽ എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ കൊടുക്കില്ലേ? സാമ്പത്തികമൊന്നും അല്ല അങ്കിളെ പ്രശ്നം. ആനന്ദിന്റെ പുതിയ കമ്പനി അഖിലാന്റിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് ആനന്ദിന്റെ വാശി. ഈ കല്യാണിക്ക് ഇതൊക്കെ പറയാൻ ദേവി അല്ലാതെ വേറെ ആരുമില്ല. നീ എന്റെ വല്യുഞ്ഞിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണം. എനിക്കറിയാം എന്റെ അമ്മ എന്റെ ആഗ്രഹം നടത്തി തരുമെന്ന്.
ദേവി അനുഗ്രഹിക്കണേ, പ്രസാദിക്കണേ, ആപത്തൊന്നും വരാതെ കാത്തു സംരക്ഷിക്കണേ. രാവിലെ തുടങ്ങിയോ ഭാഗവത പാരായണം? നേരം വെളുത്താൽ ഉടനെ 2 കൂടി കുറെ ഫയലുകൾ എടുത്തങ്ങ് തുടങ്ങിക്കോളും. ഇത് കണ്ടാ തോന്നും ഹോൾസെയിലായി ഒപ്പിട്ട് കൊടുക്കുന്ന കമ്പനി ആയിരിക്കും. ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ അരവിന്ദ്. നോക്കിയേ, പതിപോലെ തന്നെ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ള മട്ടിലെ ഇളയമ്മ അവിടെ നിലയുറച്ചു നിൽക്കുന്നുണ്ട്. വിലാസിനെ ആന്റിയുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇളയമ്മ ഇടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞ എന്റെ കൺട്രോൾ കൂട്ടാം. വാ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് മോളെ, നിങ്ങൾ ഇരിക്കും. അമ്മ, ആ സ്റ്റാഫുകളുടെ മെഡിക്ലെയിം ഫയൽ അമ്മ സൈൻ ചെയ്തു. അതാ അത് ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യണം. നാളെയാണ് ഡേറ്റ്. ഡേറ്റ് മാറിയാൽ അറിയാമല്ലോ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ രീതികൾ. കേരളത്തിൽ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ മാത്രമേ ഉള്ളൂ ചേച്ചി സ്റ്റാഫുകൾക്ക് ഈ മെഡിക്ലെയിം ഒക്കെ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എത്ര കോടികളാ ചെലവാവുന്നേ? വിലാസിനെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്റെ അഭിപ്രായം വേണ്ട. അതെ, ബിസിനസ് കാര്യത്തിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള സംശയം വരുമ്പോ അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ തന്നാ മതി ഈ വിദഗ്ധോപദേശം. സുവർണൻ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. കുറച്ചുനാൾ ഈ പൊട്ടം പട്ടരെ കൊണ്ടൊരു ശല്യം ഇല്ലായിരുന്നു. വീണ്ടും കേറി പറ്റിയിട്ടുണ്ട്. സുബർണ, എല്ലാരും എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നുന്നു. ഞാൻ വന്ന ശല്യായോ? സുബ്ര ഇരിക്കേ. അഖിലാന്റി എന്നോട് പിണക്കത്തിലാണെന്ന് തോന്നുന്നു. നിന്റെ ആത്മരോഷമൊക്കെ അടങ്ങിയോ? സോറി ആന്റി. ഞാനിപ്പോ ആന്റിയോട് ഒരു സഹായം ചോദിക്കാനാ വന്നത്. നിരാശപ്പെടുത്തി എന്നെ തിരികെ അയക്കരുത് പ്ലീസ്. സഹായം ചോദിക്കാനോ? ഇതിലെന്തോ അപകടം മണക്കുന്നുണ്ടല്ലോ. ഇതെന്താ സുബർണ പതിവില്ലാതെ അമ്മയുടെ ഒരു ഔപചാരികതൊക്കെ? എന്താ അമ്മോട് പറഞ്ഞോളൂ. എന്താ നിനക്ക് വേണ്ടത്? ഞാൻ ഇന്നലെ അങ്കിളിനോട് ഇത് സൂചിപ്പിച്ചിരുന്നു. മറ്റൊന്നുമല്ല, എന്റെ ദുബായിലുള്ളൊരു കസിൻ ഇവിടെ വെറുതെ കിടക്കുന്ന ഒരു കമ്പനി ലീസിനെടുത്ത് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. കോസ്മെറ്റിക് ഐറ്റംസിന്റെ. ഗുഡ്, നല്ലതല്ലേ? അതല്ല ആന്റി, ആ കമ്പനി അഖിലാന്റി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു തരാന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. ആരോട് ചോദിച്ചിട്ട് വാക്ക് കൊടുത്തു? വാക്ക് കൊടുത്തു പോലും? ആരോട് ചോദിച്ചിട്ട്? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരെ കൊണ്ടുതന്നെ ആ കമ്പനി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്നുവെച്ചാ അത് ആനന്ദ് തുടങ്ങാൻ പോകുന്ന കമ്പനിയാണെന്നാണോ പ്രിയങ്ക പറഞ്ഞു വരുന്നത്? വെറും പറച്ചിലല്ല, അടിവരയിട്ട് പറയുക. ആ കമ്പനി ആനന്ദിന് വേണ്ടിയുള്ളത് തന്നെ ആയിരിക്കണം. ഇതുവരെ ഇല്ലാത്ത സുബ്രുവിന്റെ ഒരു പുതിയ കസിൻ
ദുബായിൽ നിന്നും കമ്പനി തുടങ്ങാൻ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അത് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഉണ്ടോ വിലാസിനി ആന്റിക്ക്? ജയന്തി പറഞ്ഞപ്പോഴാ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇപ്പോ നിങ്ങളും കൂടി പറഞ്ഞപ്പോ ഞാനത് ഉറപ്പിച്ചു. ഇത് ആനന്ദിന് തുടങ്ങുന്ന കമ്പനി തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിന് മുതൽ മുടക്ക് വേണ്ടേ? അതാര് കൊടുത്തു? ശിവരാമേട്ടനും അരവിന്ദും കൂടെ ഇല്ലേ? അതും അല്ലെങ്കിൽ കല്യാണിയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരിക്കുമല്ലോ കോടികള്. ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നതിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത ശമ്പളം. ഈ കഷ്ടപ്പാടിനിടയില് ആനന്ദ് അഭിമാനം മറന്ന ആ പണം ഉപയോഗിക്കും. നിങ്ങൾ നോക്കിക്കും. അതിന്റെ ഒന്നും നയാ പൈസ എടുക്കില്ല ആനന്ദ്. കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. വിലാസിനി ആന്റി തൃച്ചംബരത്തുണ്ടായിട്ടും ആനന്ദിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ആനന്ദ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മകനാ. അവൻ ഇനി തെരുവിലിറങ്ങി ഭിക്ഷ എടുക്കേണ്ടി വന്നാലും തൃച്ചംബരത്തുനിന്ന് ഒരു സഹായവും സ്വീകരിക്കില്ല. കമ്പനി തുടങ്ങാൻ പോകുന്നത് ആനന്ദിന് വേണ്ടിയെന്നാണല്ലോ കുറച്ചു മുമ്പേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടി ഈ പണം ആനന്ദിന്? ആന്റി പറഞ്ഞതനുസരിച്ച് നാളെ കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അങ്ങനെയാണെങ്കിൽ ആനന്ദിന് കമ്പനി തുടങ്ങാനുള്ള മൂലധനം എവിടുന്ന് കിട്ടി എന്നുള്ള അന്വേഷണത്തിലേക്കല്ല പോകേണ്ടത്. പിന്നെ ആന്റി ആ പേഴ്സ് ഇങ്ങോട്ട് എടുത്ത്. ദാ ഇത് ഹെഡ്. ആന്റി പറയും ടെയിലോ ഹെഡോ? ടെയിൽ. നീ തുറക്ക്. ആന്റി പൊയ്ക്കോ, രാത്രിയായില്ലേ? പൊയ്ക്കോ. ഹലോ, വല്യുഞ്ഞേ, ദാ ചായ. സമയം ഒത്തിരിയായി കേട്ടോ. ദേ, ഈ സമയത്ത് ചായ കുടിച്ച ഉറക്കം വരില്ല കേട്ടോ. നാളെ കമ്പനിയുടെ ഉദ്ഘാടന, അത് മറക്കണ്ട. ഇത് കമ്പനി രജിസ്ട്രേഷന്റെ പേപ്പർ കല്യാണി. ഇതുപോലുള്ള കുറെ അർജന്റ് ജോലി ചെയ്തിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിലും ഇന്ന് എന്റെ വല്യുഞ്ഞിന് പെട്ടെന്നൊന്നും ഉറക്കം വരില്ലെന്നൊക്കെ എനിക്കറിയാം. എന്താ കല്യാണി, നാളെ പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നാണോ? 17 കമ്പനി നടത്തിയ വല്യുഞ്ഞിന് ഒരു കൊച്ചു കമ്പനി തുടങ്ങുമ്പോ എന്ത് ടെൻഷൻ വരാനാ? ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, സന്തോഷം കൊണ്ട് ഉറക്കം വരില്ലെന്നാ. ഇത് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷമൊന്നും അല്ല, അഖില മാഡം കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ സന്തോഷ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നീ പറഞ്ഞിട്ടുള്ളത് എന്താ കല്യാണി അസത്യമായിട്ടുള്ളത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മ വന്ന് നമ്മുടെ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്ന് പറഞ്ഞാ അതൊരു ചെറിയ കാര്യമാണോ? ഉദ്ഘാടനത്തിന് പലരും വന്നു വരും. അവരെല്ലാം മാറ്റി നിർത്തണമെന്ന് പറയുന്നത് അതിൽ യാതൊരു ന്യായവും കാണുന്നില്ല. കൃഷ്ണേട്ടാ, ഒരുപാട് പ്രതീക്ഷകളോട് തുടങ്ങുന്ന ഒരു ബിസിനസ് അതിന്റെ തിരിതെളിയിക്കുന്ന ചടങ്ങ് നിർവഹിക്കുമ്പോ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ വേണം അത് നിർവഹിക്കാൻ. അതിന് ചിലർ തടസ്സമായിട്ട് വരുമെങ്കിൽ അവരെ മാറ്റി നിർത്തണം. അതാണ് പരമമായ ആരംഭത്തിന് നിദാനം. സുബ്രോ, എന്റെ തീരുമാനം സുബ്രു കേട്ടുകഴിഞ്ഞു. ഇനി സുബ്രു ആണ് തീരുമാനം എടുക്കേണ്ടത്.
കമോൺ. നിങ്ങളുടെ കസിന്റെ പുതിയ സംരംഭം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഉദ്ഘാടനം ചെയ്യണോ അതോ ഞാൻ തിരിച്ചു പോണോ? തീരുമാനം വേഗം പറയണം. ആനന്ദ്, സാരമില്ല. ചില ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. ആനന്ദ്, നീ ഇല്ലാതെ എങ്ങനെ? ഏയ്, ബ്രോ, അമ്മ ഉദ്ഘാടനം ചെയ്യണ്ട. ഏയ്, അതല്ല അതിന്റെ ശരി. അമ്മ വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ. അതും നിറഞ്ഞ മനസ്സോടെ വേണം. ഓക്കെ ആന്റി, സമയമായി. സ്വിച്ച് ഓൺ ചെയ്യാകില്ല. അമ്മ വേണ്ട. അയ്യോ, അവരെ ഹോസ്പിറ്റലിൽ എല്ലാരും എടുക്ക. ആനന്ദനാണ് ഷോക്കേറ്റതെന്നോ? ശരി, നിങ്ങളുടെ വിദേശ യാത്ര അവിടെ നിൽക്കട്ടെ. തൽക്കാലം നിങ്ങളെ ഫാക്ടറി പരിസരത്ത് നിന്ന് മാറ. സൂക്ഷിക്കണം, ആരുടെയും കണ്ണിൽ പെടരുത്. ശരി മാഡം, വാടാ. ഗംഗ, നീ എന്നോട് ആലോചിക്കാതെ എന്തും കാട്ടാന്ന് കരുതിയോ? നിന്നെ ഞാൻ തൊട്ടു പോകരുതെന്നെ. അടിയേറ്റ പാമ്പാണ് ഞാൻ. രക്തബന്ധങ്ങളെന്ന് നോക്കിയെന്ന് വരില്ല ചിലപ്പോ. നീ കുറച്ചു നാളായല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തകർത്ത് കളയുന്ന വീമ്പിളക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനി ഞാൻ ആരംഭിക്കുക. ആനന്ദ് വീണു കഴിഞ്ഞു. അഖിലാണ്ടേശ്വരിയെ കൊല്ലാൻ ഇങ്ങനൊരു ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നീ തന്നെയാണെന്ന് കണ്ടെത്താൻ ഈ വിലാസിനിക്കൊരു ഫോറൻസിക് ലാബിലും പോണ്ട. എനിക്കിപ്പോ അറിയാനുള്ളത് അത് എന്നിൽ നിന്നും മറച്ചു വെക്കുന്നതിലൂടെ നിന്റെ ലാഭം എന്താന്നാ. ആന്റി, ഇനിയും കള്ളം പറഞ്ഞെന്നെ വിശ്വസിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി ഇങ്ങനൊരു കൂടിക്കാഴ്ച നീയുമായിട്ട് ഈ വിലാസിനിക്ക് ഉണ്ടാവില്ല. നിനക്കെന്താ പറയാനുള്ള? അത് ചെയ്യിച്ചത് ഞാനല്ല. പിന്നെ ഗംഗ.
എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ. പ്രിയങ്കേ, സൂക്ഷിക്കണം. അവളിൽ എനിക്ക് സംശയം തോന്നിയിട്ട് കുറച്ച് നാളുകളായി. അവൾ ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ അപകടകാരിയായി കൊണ്ടേയിരിക്കും. നിൽക്കുന്നില്ല. നീ വിളിച്ചത് എന്തിനാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ പോവാ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. കരുതിയിരിക്കണം. ചാകാനും കൊല്ലാനും തയ്യാറായി ഇറങ്ങിയിരിക്കുക അവൾ. ഗംഗ. ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ശരി. ആനന്ദ്, ആനന്ദ്, ആ ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റിക്കൊള്ളൂ. ആനന്ദ്, കേൾക്കുന്നുണ്ടോ? ആനന്ദ്, ആനന്ദ്, ആർ യു ഓക്കെ? ആനന്ദ്, നിങ്ങളുടെ അമ്മയുടെ പേരെന്താ? പറയൂ. അച്ഛന്റെ പേര്? ആനന്ദ്, ആർ യു മാരീഡ്? വൈഫിന്റെ പേരെന്താ? പ്ലീസ് കം ഓൺ. ആനന്ദ്, വൈഫിന്റെ പേര് പ്ലീസ് കം ഓൺ. ആനന്ദ്. കല്യാണി. ഓക്കെ, വെരി ഗുഡ്. സിസ്റ്റർ. യെസ് ഡോക്ടർ. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ബ്രീത്തിങ് ഒക്കെ നോർമലാ. ഇനിയിപ്പോ ഓക്സിജൻ മാസ്ക് വയ്ക്കണ്ട. ഞാനിപ്പോ ഒരു ഇഞ്ചക്ഷൻ ചെയ്താം. അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തേക്ക്. ഓക്കെ ഡോക്ടർ. അതിങ്ങെടുക്കും. സെഡേഷൻ കഴിയുന്ന 1 മണിക്കൂർ എടുക്കും. ശരി. അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ ഡോക്ടർ. അറിയോ? ഓക്കെ. ഡോക്ടർ, ഈ ലോകത്തുള്ള ഏത് സ്പെഷ്യലിസ്റ്റിനെ വേണേ വരുത്തിക്കൂ. എനിക്ക് എന്റെ മോനെ പഴയ പോലെ തിരിച്ചു തരണം. മാഡം, ഐ സ്പെഷ്യലിസ്റ്റ് വന്ന് നോക്കട്ടെ. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ശരി. ഡോക്ടർ, ഡോക്ടർ, എനിക്ക് എന്റെ വല്യുഞ്ഞിനെ വേണം. എനിക്കെന്റെ വല്യുഞ്ഞിനെ പഴയതുപോലെ വേണം. ഡോക്ടർ പ്ലീസ്. കുട്ടി എഴുന്നേൽക്കൂ. ഡോക്ടർ, വല്യുഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും. ഡോക്ടർ, ധൈര്യമായിട്ടിരിക്കൂ. കല്യാണി, എന്തിനാ? ഒന്നും സംഭവിക്കില്ല. പോ, നമുക്ക് പോ. വാ കല്യാണി, വാ, ഇരുന്ന് വാ.
വലിയ കുഞ്ഞ് ഒന്നുമില്ല നിന്റെ വലിയ കുഞ്ഞിന്. അരവിന്ദ് ഇരിക്കെ ഒന്നുമില്ലടാ, നീ കരയാതെ. അവനൊന്നുമില്ല. എന്ത് പാപം ചെയ്തില്ല? ഡോക്ടർ, ഞാൻ അരവിന്ദ് കൃഷ്ണൻ, ആനന്ദ് കൃഷ്ണന്റെ ബ്രദറാണ്. അറിയാം, ഇരുന്നോളൂ. ഡോക്ടർ, എന്റെ ബ്രോയ്ക്ക് കാഴ്ച തിരികെ കിട്ടണം. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാം. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും മിസ്റ്റർ അരവിന്ദ്. കോടികൾ ഉണ്ടായാൽ എന്തും നേടാൻ കഴിയില്ല. സാമ്പത്തികമല്ല ഇവിടുത്തെ പ്രശ്നം. അരവിന്ദ് ആദ്യം അത് മനസ്സിലാക്കണം. ഏതായാലും ഐ സ്പെഷ്യലിസ്റ്റ് പരിശോധിക്കട്ടെ. പരിശോധിച്ചാൽ മാത്രം പോരാ ഡോക്ടർ. എനിക്ക് എന്റെ ബ്രോയെ പഴയ രീതിയിൽ തിരിച്ചു വേണം. വേണമെങ്കിൽ ഞാൻ എന്റെ ഈ 2 കണ്ണുകളും എടുത്തരാം. എന്താ അരവിന്ദ്, എന്താ ഇത്? എനിക്ക് എന്റെ ബ്രോയെ പഴയ രീതിയിൽ വേണം സുബേണ. അതിന് പകരമായിട്ട് ഞാൻ എന്റെ കണ്ണുകളല്ല, ജീവൻ വരെ കൊടുക്കും. കൂൾ ഡൗൺ മിസ്റ്റർ അരവിന്ദ്. ഞാൻ പറഞ്ഞല്ലോ, ആനന്ദിനെ ഐ സ്പെഷ്യലിസ്റ്റ് പരിശോധിക്കട്ടെ. ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആക്സിഡന്റിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നത് റെയറാണ്. പിന്നെ മറ്റുള്ള അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ അല്ല കണ്ണിന്റെ കാര്യം. കേട് സംഭവിച്ചത് കണ്ണിന്റെ ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഐ സ്പെഷ്യലിസ്റ്റ് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്. ചില പ്രതിസന്ധികളെ വികാരം കൊണ്ടല്ല, വിവേകം കൊണ്ട് നേരിടേണ്ട അവസ്ഥയുണ്ടാകും. ഒരു രോഗം വന്നാൽ അതിന്റെ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാവും. രോഗി വേഗം സുഖം പ്രാപിക്കുകയും ചെയ്യും. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. മിസ്റ്റർ അരവിന്ദ്, ഒരു സത്യം അറിയാവോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓഫ്താൽമോളജിസ്റ്റാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോഷി കുര്യാക്കോസ്. ആണും പെണ്ണുമായിട്ട് അദ്ദേഹത്തിന് ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിക്ക് 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ല. അത് ജന്മനാ ഉള്ള വൈകല്യമാണ്. അത് മാറ്റാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. എന്നാൽ ഇതുപോലെയുള്ള മിക്ക ആക്സിഡന്റ് കേസുകളിലും അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ കൊടുത്തിട്ടുണ്ട്. സോ ബി പോസിറ്റീവ്. എല്ലാം ശരിയാകും അരവിന്ദ്, പ്രാർത്ഥിക്കൂ. ശരി. സോറി ഡോക്ടർ, പെട്ടെന്ന് വാ. അഖില, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടാതെ? അഖില, ഓ, ഇനി വിളിച്ചിട്ട് എന്ത് കാര്യം? ചേച്ചിയുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലായി പോയില്ലേ? ആന്റി, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ലോകത്ത് എവിടെ നിന്നാണെങ്കിലും പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ വരുത്തി നമ്മൾ ആനന്ദിന്റെ കാഴ്ച തിരികെ കൊണ്ടുവരും ആന്റി. എനിക്കത് ഉറപ്പാ. അമ്മ, എന്റെ കണ്ണു കൊടുത്ത ബ്രോയ്ക്ക് കാഴ്ച തിരികെ കിട്ടുമെങ്കിലേ ഞാനതിന് തയ്യാറാ. അയ്യോ, ഇപ്പൊ ഒരു മോനെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ളൂ. വേറെ ഇരുട്ട് മാത്രാ അവന്റെ മുമ്പില്. ഇനിയിപ്പൊ അതിന്റെ ഇടയ്ക്കാ അടുത്ത മകനും കൂടി കണ്ണ് ദാനം ചെയ്യാൻ പോകുന്നെ. അരവിന്ദേ, ഏതൊരമ്മയ്ക്കും 2 മക്കളും ഒരുപോലെയാ. നിന്റെ കാഴ്ച പോയാലും ആനന്ദിന്റെ കാഴ്ച പോയാലും പെറ്റ വയറിന് വേദനിക്കും.
അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. വയസ്സാകുമ്പോ കൈപിടിച്ച് നടത്തേണ്ട മകൻ തപ്പിത്തടഞ്ഞു നടക്കുന്നത് കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ചേച്ചിക്ക്. ആന്റി, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ പാലെടുക്കട്ടെ? വേണ്ട. എങ്ങനെ ഇറങ്ങും നന്ദനെ? ചേച്ചി ഇന്ന് വരെ കുടുംബ ദൈവങ്ങൾക്ക് വഴിപാടോ പൂജയോ മുടക്കിയിട്ടുണ്ടോ? ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണി മാറ്റുന്നില്ലേ? പോരാത്തതിന് സമൂഹ വിവാഹം, അനാഥാലയങ്ങളുടെ ചെലവ്. ശോ, എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചിക്ക് ഇതാണല്ലോ വിധി. എന്റെ ഈശ്വര, നീ ഇങ്ങനെയൊന്നും മനുഷ്യനെ പരീക്ഷിക്കല്ലേ. ഓ അയ്യോ, എന്റെ ചേട്ടാ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാന്നൊക്കെ എനിക്കറിയാം. ഞാൻ എടുത്തു വളർത്തിയ മോനല്ലേ. അയ്യോ, അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്റെ സങ്കടങ്ങൾ ഞാൻ ചേച്ചിയോടല്ലാതെ മറ്റാരോട് പങ്കുവെക്കാനാ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ചേച്ചിയുടെ കർമ്മദോഷം കൊണ്ടോ പൂർവിക ശാപം കൊണ്ടോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. ദേ, ഇതിനൊറ്റ കാരണേ ഉള്ളൂ നന്ദനെ, താലിദോഷം. ആനന്ദ് താലി കെട്ടിയ അവളുടെ താലിദോഷ. ഇതിപ്പോ നമ്മളും കൂടി അനുഭവിക്കണോന്ന് വെച്ചാ. ഇവര് പറഞ്ഞു വന്നപ്പോ തന്നെ എനിക്കറിയായിരുന്നു വെച്ചാ നെറികേടായിരിക്കും പറഞ്ഞു വരുന്നത്. മതി, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. എന്റെ മനസ്സിനൊരൽപ്പ സ്വസ്ഥത വേണം. ഒന്ന് പോയി തരൂ എല്ലാരും, പ്ലീസ്. ഇത്രയേറെ പരീക്ഷണങ്ങൾ നൽകാൻ ഞങ്ങൾ എന്ത് തെറ്റാ അമ്മേ ചെയ്തത്? ഒന്നിനു പിറകെ ഒന്നായി ജീവിതം മുഴുവൻ ദുഃഖവും ദുരിതവും മാത്രമാണ് എനിക്ക് വിധിച്ചത്. അമ്മ കണ്ടോ എന്റെ വല്യുകുഞ്ഞിന്റെ അവസ്ഥ?